പോറ്റിയെ കേറ്റിയത് സോണിയാഗാന്ധിയും കൂട്ടരുമാണ്. ഞങ്ങൾക്കതിൽ പങ്കൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ എല്ലാം കട്ടു എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്? സോണിയാഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും. ഇതെല്ലാം പറഞ്ഞ് കൈയൊഴിഞ്ഞത് കഴിഞ്ഞ പിണറായി സർക്കാരായിരുന്നു. പക്ഷേ പിന്നീട് പി.എസ്. പ്രശാന്തിന്റെ പങ്കിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയിലേക്ക് വരികയാണ്. കാരണം ആ ഒരു പിണറായി സർക്കാരിന്റെ കാലത്ത് അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും കൊള്ള നടന്നിട്ടുണ്ട്, അന്നത്തെ ദേവസ്വം ബോർഡും അതിൽ പങ്ക് ചേർന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് കൊടുക്കാൻ പിണറായി സർക്കാരിന്റെ പോലീസിന്, അല്ലെങ്കിൽ അന്ന് പോലീസിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടാണല്ലോ ഭരണം ഒന്ന് മാറിയപ്പോൾ SITയുടെ റിപ്പോർട്ട് കൃത്യമായി അവിടെ ചെല്ലുന്നതും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 തുടങ്ങിയ ഈ ഒരു കൊള്ള അതിനുശേഷവും ദേവസ്വം മാറിയതിനു ശേഷവും രണ്ടാം ദേവസ്വം ബോർഡിന്റെ കാലത്തും തുടർന്നു പോയിക്കൊണ്ടിരുന്നു എന്നതിന്റെ ഒരു സാക്ഷ്യപത്രം തന്നെയാണ് ഇപ്പോൾ പി.എസ്. പ്രശാന്തിന്റെ പേരും അതുപോലെ തന്നെ ആ ഒരു ഭരണസമിതിയും മുഴുവൻ പ്രതി ചേർക്കുന്നത് നമ്മൾ കണ്ടു. 10ഓളം പ്രതികളാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ 2 മന്ത്രിമാരുടെ പങ്ക് എന്താണ്? ആ ഒരു ശബരിമല കൊള്ള വിഷയം മുന്നോട്ട് വന്ന സമയം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ദേവസ്വം മന്ത്രിമാർക്ക് ഇതിലുള്ള ഒരു പങ്ക് എന്താണെന്നുള്ളത്. വാസവനാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും ഇവരിലേക്കുള്ള ഒരു അന്വേഷണ വഴി ചെന്നെത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി അങ്ങനെ ഒരു കാര്യം മുന്നിലേക്ക് വരുന്നില്ല. കാരണം ഒന്നാം ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാവുന്നു. രണ്ടാം ദേവസ്വം ബോർഡിന്റെ കാലത്തും ഇതെല്ലാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം പോകുന്നുണ്ട്, ഇതൊക്കെ ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞിട്ടും അതിന് കൂട്ടു നിൽക്കുന്നു. ഇത് ചെയ്യുന്നയൊക്കെ സമയത്ത് കൃത്യമായി ഈ ദേവസ്വം മന്ത്രിമാരിലേക്കും അവരുടെ പങ്കിലേക്കും ഇതിന്റെ ഒരു കുറ്റം അല്ലെങ്കിൽ അന്വേഷണം വന്നെത്തുമെന്നുള്ള ഒരു ഉറപ്പുകൂടിയാണ് ഇപ്പോൾ രണ്ടാമത് SIT നൽകിയിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ. അതിന്റെ വിശദമായ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ പി.എസ്. പ്രശാന്ത് ഇത് സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കേട്ടതാണ്. പ്രധാനമായി ഉന്നയിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ 3-4 തവണ കോളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു 40 സെക്കൻഡ് 50 സെക്കൻഡ് 1 മിനിറ്റ് പോലും താൻ തികച്ചും സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. തീർത്തും 2019 മുതൽ അല്ലെങ്കിൽ 2022 അടുത്ത ദേവസ്വം വരുന്നതിന് മുൻപ് ഈ ഒരു കൊള്ളയൊക്കെ അന്ന് മാത്രം നടന്നു എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരിത് പറയുന്നത്. പിന്നീട് തങ്ങൾക്ക് എന്തെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇത്തരം ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള രേഖകളൊന്നും തന്നെ SIT അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്കോ ഒന്നും കൊടുക്കേണ്ടതില്ലായിരുന്നല്ലോ. അപ്പോൾ മടിയിൽ കനമുള്ളവൻ മാത്രം പേടിച്ചാൽ മതിയല്ലോ എന്ന ഉള്ളൊരു രീതി വെച്ചിട്ടാണ് ഇദ്ദേഹവും സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുത്തത്. ആ രേഖയിന്മേൽ തന്നെയാണല്ലോ ഇപ്പോൾ SIT ഇവരെയും കുറ്റം ചേർക്കപ്പെട്ട്, അല്ലെങ്കിൽ ഇവരും കുറ്റാരോപിതർ തന്നെയാണ്, ഇവർക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ള രീതിയിലേക്ക് കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ പി.എസ്. പ്രശാന്ത് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. 2025 നവംബർ എല്ലാ ഫയലുകളും മാറ്റില്ലേ എന്നുള്ള ചോദ്യം ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമുക്ക് മാറ്റണമെന്നുണ്ടായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു കൊള്ള നടക്കുന്നുണ്ട്, ഒരു ദേവസ്വം ബോർഡ് ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൊള്ളകളൊക്കെ നടക്കുന്നുണ്ട്, പത്മകുമാർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടുന്ന ഒരു സംഘം ആദ്യ ഒരു സമയത്ത് കൊള്ള നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ഫയലുകൾ മാറ്റുക, അല്ലെങ്കിൽ തങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള രേഖകളൊക്കെ നശിപ്പിച്ചു കളയുകയല്ലേ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഫയലുകൾ നശിപ്പിച്ചു കളയുന്നത്? എന്തിനാണ് ഈ ഒരു SITയിലേക്ക് ആ രേഖകൾ കൊടുത്തത്? ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. രണ്ടാമത് കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ ഈ 2 മന്ത്രിമാരിലേക്കും എത്തിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ദ്വാരപാലക ശില്പത്തിലേക്കുള്ള ഈ സ്വർണം പൂശി അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോകുന്നു. ആദ്യ സമയത്ത് ഇത് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നുള്ളത് പി.എസ്. പ്രശാന്ത് പറയുന്നുണ്ട്. ആദ്യ ദേവസ്വം ബോർഡിന്റെ കാലത്ത് ചാക്കിൽ കെട്ടി വെറുതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു ദ്വാരപാലക ശില്പമാണെങ്കിലും ഇതിന്റെ രീതികൾ എങ്ങനെയാണ്, സ്പോൺസർഷിപ്പുകൾ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും നമ്മൾ സംസാരിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇതിലേക്ക് സ്പോൺസർഷിപ്പുകൾ എത്തുന്നത്, ഇതെങ്ങനെയാണ് ഒരാൾക്ക് കൊടുത്തുവിടുന്നത്, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ. ഇത് സംബന്ധിച്ചും ഇയാൾ ഇപ്പോൾ സംസാരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്ത രീതിയിലല്ല രണ്ടാം ദേവസ്വം ബോർഡ് വന്ന സമയത്ത് കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായിട്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കാണാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ആകെ ഒരു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുള്ളൂ. അതും പി.എസ്. പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ ഒരു സ്ഥാനത്തേക്ക് അധികാരം ഏൽക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുള്ളത്. അല്ലാതെ പിന്നീട് ഇദ്ദേഹം കണ്ടിട്ടില്ല. പിന്നെ CPM-ന് ഇത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ തിരിച്ചടിയായി വരുന്നത്?
രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇങ്ങനെ ഒരു കൊള്ള തുടർന്ന് പോയിക്കൊണ്ടിരുന്നു എന്നൊരു വിഷയമാണല്ലോ മുന്നോട്ട് വരുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുണ്ടായിരുന്നത് ഒന്നാം പിണറായി സർക്കാർ 2019 മുതലുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കൊള്ള നടന്നിട്ടുള്ളത്. പിന്നീട് ഇത് തുടർന്ന് പോയിട്ടുണ്ടായിരുന്നില്ല എന്നൊരു വലിയ വാദം ഇവിടെ പൊളിയുന്നുണ്ട്. ഇത് പിന്നീട് അല്ലെങ്കിൽ ഇത്രയധികം 2 മന്ത്രിമാർ ഇരിക്കുന്ന സമയത്തും കൊള്ള നടന്നു എന്ന് പറയുമ്പോഴേക്കും സർക്കാരിന്റെ പങ്ക് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും വലിയ ഒരു ടൂറിസത്തിന്റെ വകുപ്പിൽ തന്നെ പെടുന്ന ഒരു ആരാധനാലയമാണ് ശബരിമല. അത്രയധികം ഫണ്ട് ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്ര വലിയ കൊള്ള 10 വർഷത്തോളം നടക്കുമെന്ന് പറയുമ്പോൾ ആദ്യം 5 വർഷം മാത്രമേ നടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ കാലയളവിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്ന വലിയൊരു വാദമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. ഇത് CPM-നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും. കാരണം ഈ ഒരു കൊള്ളയിൽ നിന്ന് അവർക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മോചനമില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ സത്യാവസ്ഥ. പിന്നീടുള്ളത് കണ്ഠര് മഹേഷിന്റെ പങ്ക് ഇതിൽ എന്താണെന്നായിരിക്കും അടുത്തത് SIT അന്വേഷിക്കാൻ പോകുന്നത്. SIT-യിലേക്ക് മുഖ്യമന്ത്രിയുടെ സ്വാധീനം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വാധീനം കൊണ്ടാണോ ഈ ഒരു 2ാം ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുറ്റത്തിൽ ഈ ഒരു ഗൂഢാലോചനയിൽ അവരും പങ്കു ചേർന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് 2ാം പിണറായി സർക്കാർ ഇരിക്കുന്ന കാലത്ത്, ഇപ്പോൾ ഈ ഒരു ഭരണം മാറിയപ്പോഴാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എത്തിയത്. SIT-യിലേക്ക് മുഖ്യമന്ത്രിയുടെ എത്തരത്തിലുള്ള ഒരു സ്വാധീനമാണ് എത്തിപ്പെട്ടിട്ടുള്ളത്, ഇത് അന്വേഷിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ PS പ്രശാന്തിനെയും അജുകുമാറിനെയും ആണല്ലോ ഇപ്പൊ പ്രതി ചേർത്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഇപ്പോ ഈ ഒരു ബാക്കി പ്രതികളൊക്കെ നോക്കുകയാണെങ്കിൽ പത്മകുമാർ ആണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിലും ഈ പ്രതികളെയൊക്കെ എടുത്തു വെക്കുമ്പോൾ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ PS പ്രശാന്തും അജുകുമാറും, ഇവരെ പറ്റി നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്നതാണ് പ്രശാന്ത്. നെടുമങ്ങാട് അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള CPM-നോടുള്ള അനുകൂല രീതികൾ ഇത് വെച്ചിട്ടാണ് PS പ്രശാന്തിനെ ഇപ്പോൾ വീണ്ടും പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അയാളുടെ 2ാമത്തെ വാദം. ഇതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. ഇത് രണ്ടാം പിണറായി സർക്കാർ 2ാം ദേവസ്വം ബോർഡ് വരുന്ന സമയത്തും ഈ ഒരു കൊള്ള നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി 2ാമത് കൊണ്ടുപോയിട്ടുള്ള ഈ കാര്യങ്ങളിലും ഈ ദേവസ്വം ബോർഡിന്റെ പങ്കുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിൽ രാഷ്ട്രീയ പ്രേരിതം അല്ലെങ്കിൽ പ്രശാന്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചിട്ടല്ല SIT ഇപ്പൊ പുതിയൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 2025-ലെ സ്വർണ്ണക്കൊള്ളയില് നേരിട്ട് പങ്കുള്ള ആളുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്വർണ്ണക്കൊള്ള മുഴുവൻ 2019 മുതൽ 2025 വരെയുള്ള കണക്കുകളാണ്. മുരാരി ബാബു, അത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ, പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസിന്റെ PS പ്രശാന്ത്, കണ്ഠര രാജീവര് ശബരിമല തന്ത്രി, രജിലാൽ മുൻ തിരുവാഭരണ കമ്മീഷണർ, അജുകുമാർ. ഇതിനകത്തിൽ തന്നെ പ്രശാന്ത് ആകെ കണ്ടിട്ടുള്ളത് ഈ ബാക്കിയുള്ളവരെ, മുരാരി ബാബു ആണെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിലും, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തവണ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നു. മുരാരി ബാബുവിനെ അറിയായിരിക്കും. പത്മകുമാറിനെ പറ്റിയിട്ട് ഇദ്ദേഹത്തിന് അറിയാം. അജുകുമാർ ഇദ്ദേഹത്തിന്റെ കൂടെ കയറിയിട്ടുള്ള ആളാണ്. പക്ഷെ ഈ പങ്കജ് ഭണ്ഡാരി ഒന്നും താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് PS പ്രശാന്ത് പറയുന്നത്. കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി SIT ആയിരിക്കും കോടതി. ഇപ്പൊ ഇങ്ങനെ ഒരു വാദം SIT മുന്നോട്ട് വെക്കുമ്പോൾ PS പ്രശാന്തിന്റെ കൃത്യമായിട്ടുള്ള പങ്ക് ഇതിൽ ഗൂഢാലോചന ചേർന്നിട്ടുണ്ടോ എന്നുള്ള തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് SIT മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ പ്രശാന്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാദം എത്രത്തോളം ഉണ്ടെന്ന് SIT തന്നെയായിരിക്കും മുന്നോട്ട് വന്ന് പറയുന്നത്. ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്ന കുറച്ച് ആളുകളുടെ പേരുണ്ട്. ഇനി 2019 കോൺഗ്രസിന്റെ ഒരു ഭാഗം 2019 തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായില്ല, ദേവസ്വം ബോർഡ് ചെയ്ത സമാന കുറ്റം 2025 വീണ്ടും ചെയ്തു എന്നാണ് ഇതിനകത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഇനി 2024, ഇനി കുറച്ച് ഈ PS പ്രശാന്ത് പറയുന്ന പ്രധാന വാദങ്ങളാണ്. 2024 സെപ്റ്റംബർ 20 ബോർഡിന് മുന്നിൽ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ഫയൽ വരുന്നു. ഭക്തന് കൊടുക്കണമെന്ന് പറയുന്ന വാറന്റി വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ ഏറ്റുവാങ്ങി 2024 ഒക്ടോബർ 30-നാണ് ഈ ഒരു വാറന്റി ഉണ്ടെന്ന രീതിയിൽ 2019 ഇത് 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു വാറന്റി ഉണ്ട് എന്ന രീതിയിൽ 2ാം ദേവസ്വം ബോർഡിന്റെ സമയത്ത് വരുന്നത്. ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്ന ഒരു കഥയാണ് ഇദ്ദേഹം പറയുന്നത്. അന്ന് മുൻകാലങ്ങളെ പോലെയല്ല. ഇദ്ദേഹം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, ഈ PS പ്രശാന്ത് പറഞ്ഞ പ്രധാന വിഷയമാണ് ചാക്കിൽ കെട്ടി യാതൊരു കാര്യവും ഇല്ലാതെ കൊടുത്തുവിട്ടിരുന്ന ആ 2019 നടന്ന രീതിയിലുള്ള കൊള്ള 2022 ശേഷം 2024, 2025 ഈ കാലഘട്ടങ്ങളിൽ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഈ PS പ്രശാന്ത് പറയുന്നത്. അതിന്റെ
പ്രധാന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കാണാനോ സ്പർശിക്കാനോ ഉള്ള ഒരു അവസരം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2025 ഉന്നയിച്ച സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടെന്നാണ് SIT പറയുന്നത്. കാരണം ഇയാൾ ഇത് കട്ടിട്ടുണ്ടെന്നും, ഈ കട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായി രണ്ടാം ദേവസ്വം ബോർഡ് വരുന്ന സമയത്ത് പ്രശാന്ത് ഉൾപ്പെടുന്ന സംഘത്തിന് അറിയാമായിരുന്നുവെന്നും, ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഇയാൾക്ക് ഈ വാറന്റി ഉണ്ടെന്ന രീതിയിൽ രണ്ടാമതും കൊടുത്തുവിട്ടത്. ആകെ 17 ഗ്രാം എന്തോ ആണ് ഇത് സ്വർണം പൂശിയിട്ടുള്ളത്. ഇതില് തന്നെ സ്വർണം പൂശിയത് അത് സ്വർണമല്ല, ചെമ്പാണ്. അത് പിന്നീട് തിരിച്ച് ചെമ്പാണെന്നുള്ളതൊക്കെ തിരിച്ച് അറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇയാള് ഈ ഒരു രണ്ടാം ദേവസ്വം ബോർഡ് ഇരിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ കളവ് കക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്ന് പറയുന്ന ആ വാദം അവിടെ തന്നെ പൊളിയുകയാണ്. കൃത്യമായി രണ്ടാമതും ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തുവിടുന്നതും ഈ ഒരു ദേവസ്വം ബോർഡ് അംഗങ്ങൾ തന്നെയാണ്. പിന്നീട് ഒരു സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല സ്വർണം വെള്ളി ഉരുപ്പടികൾ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ അറിയിക്കണം. ഇതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം. അന്ന് ഇത് പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ അറിയിക്കണം എന്ന് പറയുന്നത് 2019 ശേഷം അടുത്ത ദേവസ്വം ബോർഡ് വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നു. ഇനി സ്പെഷ്യൽ കമ്മീഷൻ വേണം, ശബരിമലയിൽ നിന്ന് സ്വർണവും വെള്ളിയും എന്ത് പുറത്ത് കൊണ്ടുപോകണമെങ്കിലും അറിയിക്കണം. അപ്പൊ അങ്ങനെ ഉദ്യോഗസ്ഥരുടെ സാഹചര്യത്തിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. പണ്ടത്തെ പോലെ ചാക്കി കെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് രണ്ടാം ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോൾ ഈ സ്വർണം കട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ അങ്ങ് കൊടുത്തുവിടാൻ പറ്റുന്നത്? അപ്പൊ ഞങ്ങളുടെ ഭാഗം ശരിയാണ്, ഞങ്ങൾ കൃത്യമായി വാറന്റി ഉള്ള ഒരാൾ, ഒരു സ്പോൺസർ വന്നത് ചോദിക്കുന്നു, അയാൾക്ക് അത് എടുത്തു കൊടുക്കുന്നു. ഇത് മാത്രമാണ് ഈ PS പ്രശാന്ത് പറയുന്ന ഒരു കാര്യം. ഡിപ്പാർട്ട്മെന്റ് ചട്ടപ്രകാരം തന്നെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത്. 17 ഗ്രാം അല്ല, 29 ഗ്രാമാണ് സ്വർണം. അതിനകത്തില് സ്വർണം മാത്രം പൂശിയിട്ടുള്ളത്. പിന്നീട് 2023 ഇദ്ദേഹം കേറുന്ന സമയത്ത് അയാൾ ആകെ ഒരു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണുന്നുള്ളത് പറഞ്ഞില്ലേ, അത് 2023 ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു വാറന്റിയോട് കൂടി ദ്വാരപാലക ശില്പമൊക്കെ കൊടുത്തു വിടുന്നത് 2024 കേട്ടോ, October 30. ആ സമയത്ത് ദേവസ്വത്തിന്റെ ഇദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന ഇദ്ദേഹം എന്താണ് ഉണ്ണികൃഷ്ണനെ കാണാതിരിക്കുന്നതെന്നും അറിയുന്നില്ല. എന്തായാലും 23 നവംബറിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹം ആദ്യം കാണുന്നത്. 24 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരക ശില്പങ്ങൾ ഇത് കൊടുത്തുവിടുന്നത്. ഇനി 1998 സ്വർണം പൂശിയ പാളികൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്തി നിലവാരം കുറഞ്ഞ രീതിയിൽ സ്വർണം പൊതിഞ്ഞു. 40 വർഷത്തെ ഒരു വാറന്റി ഉണ്ടെന്നാണ് ഒരു വ്യാജ രേഖയായിട്ട് ഇതിനകത്ത് പറയുന്നത്. സ്വർണം മാറി ചെമ്പായി പിന്നീട് വന്ന ദേവസ്വം ബോർഡിനെ സ്വാധീനിച്ചു. ദേവസ്വത്തിന് നഷ്ടം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും കൂട്ടുനിന്നു. ഇനി SIT പറയുന്ന ഇയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോഴും ഇത് നഷ്ടമാണെന്നും ഇത് ചെമ്പാണെന്നും ഇതെല്ലാം അറിഞ്ഞ് കൂട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് രണ്ടാം ദേവസ്വം ബോർഡ് വന്നിരുന്ന സമയത്ത്. ഇവര് പറയാൻ പോകുന്നത് ചിലപ്പോൾ സാഹചര്യം, ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് സാഹചര്യം കൊണ്ട് വീണ്ടും കൂട്ടു നിൽക്കേണ്ടി വന്നതാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഇവരിത് നഷ്ടമാണെന്നും സർക്കാരിന് നഷ്ടമാണെന്നും ഇത് ഒരു കൊള്ളയാണെന്നും അറിഞ്ഞിട്ടും രണ്ടാം ദേവസ്വം ബോർഡും ഇതിന് കൂട്ടു നിന്നു എന്നുള്ളതാണ് SIT പറയുന്ന ഒരു തെളിവ്. ഇവർ കൃത്യമായി ഇത് പങ്കുണ്ടെന്ന് പറയുന്ന തെളിവ്. പിന്നീട് ഇവർക്കെതിരെ ചുമത്തുന്ന കുറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ വിശ്വാസവഞ്ചന, സ്വത്ത് അപഹരണം, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന കുറ്റങ്ങൾ SIT ഇവർക്കെതിരെ ചുമത്തുന്ന പ്രധാന കേസുകളാണ് ഇതൊക്കെ. ഈ ഗൂഢാലോചനയിലൊക്കെ PS പ്രശാന്തിന്റെ പേരും വരും. കാരണം രണ്ടാം ദേവസ്വം ബോർഡിൽ ഇതിന് മാറി നിൽക്കാൻ പറ്റില്ല. ആ ഒരു കാലത്തും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു ഒറ്റ പേര് മാത്രം നിലനിൽക്കേണ്ട ഒരു കാര്യമല്ല. ഇതിൽ ഗൂഢാലോചനയിൽ ഈ പറയുന്ന ഓരോ ആളുകളും പെടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇനി അടുത്തത് കണ്ഠര് മഹേഷിന്റെ അടുത്തേക്ക് വരുന്നത്, കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്തേക്ക് വരുന്നത്, വാസവന്റെ അടുത്തേക്ക് വരുന്നത്. ഇവരൊക്കെ എത്രത്തിൽ ഇനി പേരുകൾ മറ്റു പേരുകളിലേക്ക് ഇത് വെച്ച് കെട്ടി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മാറാൻ പറ്റില്ല എന്ന രീതിയിലാണ് തെളിവുകൾ SIT കൊടുത്തിട്ടുള്ളത്. മറ്റ് 8 പേരുടെയും പങ്ക് എന്താണെന്ന് അന്വേഷിക്കും. ഇനി ആ ഒരു 8 പേരുകൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഇനി PS പ്രശാന്തിലേക്കും അജികുമാറിലേക്കും മാത്രം നിൽക്കാനല്ല, ബാക്കി 3 പേര് ഈ മന്ത്രിമാരിലേക്ക് പോകും, മഹേഷിലേക്കും പോകും. പിന്നീട് സുന്ദരേശൻ, മുൻ ബോർഡ് അംഗമായിട്ടുള്ള സുന്ദരേശനിലേക്ക് പോകും. മുൻ സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദു, ശബരിമല തന്ത്രി മഹേഷ് മോഹനർ, സുനില, OG ബിജു, ശ്രീനിവാസ്, ഹേമന്ത്, ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി നാഗഗോവർദ്ധൻ, PS രാജേന്ദ്ര പ്രസാദ്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിങ്ങനെ ബാക്കി 8-9 പേരിലേക്കൂടെയാണ് അന്വേഷണം. കാരണം കഴിഞ്ഞ സമയത്ത് SIT ഈ ഒരു തെളിവുകൾ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അന്വേഷണത്തിലേക്ക് എത്തപ്പെടാതിരുന്ന ബാക്കിയുള്ളവരിലേക്കും പോകും. അപ്പൊ ഇത് 5 വർഷത്തെ ഒരു തട്ടിപ്പ് കേസല്ല. കൃത്യമായി പറയുകയാണെങ്കിൽ 10 വർഷം ഇരുന്ന ദേവസ്വത്തിന്റെ തലപ്പത്തിരുന്ന മന്ത്രിമാരും ബോർഡും അംഗങ്ങളും എല്ലാം ചേർന്ന് കട്ടുമുടിച്ചതിന്റെ ഒരു കണക്കാണ് SIT മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നിയമവശങ്ങളിൽ നിന്നും വിശ്വാസവഞ്ചന, സ്വത്ത് അപഹരണം,
വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന ഈ കുറ്റങ്ങളിൽ നിന്ന് സർക്കാരിനും വിട്ടു നിൽക്കാൻ പറ്റും. അപ്പൊ കൃത്യമായി പിണറായി സർക്കാർ അത് ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഇപ്പൊ മന്ത്രി വരെ എത്തി നിൽക്കുകയാണ്. മന്ത്രിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് പിണറായിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തിലേക്ക്, ഇതൊക്കെ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ അങ്ങനത്തെ വിലക്കുകളൊന്നുമില്ല. ഈ 5 വർഷം മാത്രം കട്ടു എന്നുള്ള രീതിയിലേക്കൊക്കെ ഒതുക്കി നിർത്താനുള്ള വിലക്കുകളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ല. കൃത്യമായ അന്വേഷണം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 10 വർഷത്തെ കൊള്ള പരമ്പര ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ പറയുന്ന പ്രശാന്ത് പറഞ്ഞിട്ടുള്ള ഈ വാദങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രശാന്തിലും അജികുമാറിലും ഈ SIT പറഞ്ഞിട്ടുള്ള ഇനി അന്വേഷണം പോകുന്ന 9 പേരുകളിൽ നിൽക്കില്ല. ഇനിയും മുന്നോട്ടത് പോകും എന്ന് തന്നെയാണ് പ്രശാന്ത് നൽകുന്ന സൂചന അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കാം 10 വർഷത്തെ ഈ ഒരു സ്വർണ്ണ കൊള്ള പരമ്പരയിൽ ഇനി എത്ര പേര് ആണ് പെടാൻ പോകുന്നത്. ദേവസ്വം മന്ത്രിമാരുടെയൊക്കെ പക്കലിലേക്ക് എത്ര കോടി രൂപ ഇത് പ്രകാരം കൊണ്ടുപോയിട്ടുണ്ട്, നിക്ഷേപണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ വരും ദിവസങ്ങളിലേക്ക് ഇവരുടെ SITയുടെ പുതിയ റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം.